നമ്മുടെ ഖിബിലയായിരുന്ന മസ്ജിദുൽ അഖ്സയെപ്പറ്റിയാണ് പറയുന്നത്. മനുഷ്യരും ജിന്നുകളും കൂടി നിർമ്മിച്ച പള്ളിയാണ് ഫലസ്തീനിലെ ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹ വസിച്ച സ്ഥലമുണ്ട്. ബാറക്നാ ഹൗലഹു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച പരിസരം ഐശ്വര്യപൂർണമായ ബറക്കത്തുള്ള സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുകയാണ്. അങ്ങനെ നിർമ്മിച്ച് പള്ളി ഒരാൾ പൊക്കത്തിൽ ഉയർന്നപ്പോൾ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്താവുകയാണ്. ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. ശേഷം അവിടുന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പള്ളിയിൽ കയറി നിസ്കരിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹുക്കുമൻ യുസാദിഫു ഹുക്കുമി, നീതിപൂർണമായ ഭരണം നടപ്പിലാക്കാൻ, ജനങ്ങൾക്കിടയിൽ അനീതി കാണിക്കാതെ നീതിപൂർണമായി ഭരണം കാഴ്ചവെക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സൗഭാഗ്യം നൽകണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. രണ്ടാമതായി ചോദിച്ചത് വമുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, തനിക്ക് ശേഷം ആർക്കും നൽകപ്പെടാത്ത ലോകത്തിൻ്റെ പരമാധികാരം, ലോകം മുഴുവനും ഭരിക്കാനുള്ള അധികാരം. മൂന്നാമത്തെ ആവശ്യം, ആ മസ്ജിദുൽ അഖ്സയിൽ വന്ന് പടച്ചവൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് നവജാത ശിശുവിനെ പോലെയുള്ള പാപമോചനം ചോദിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ അഭ്യർത്ഥിച്ച കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ 3 പ്രാർത്ഥനകളും അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന എന്ന് അറിയപ്പെടുന്ന മഹാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ പ്രവൃത്തി പദങ്ങളെയും തൻ്റെ ജീവിതത്തിലേക്ക് ഒന്നൊഴിയാതെ പകർത്തി പുലർത്തിയ മഹാൻ. ആ മഹാനവർകൾ ഒരൊട്ടകപ്പുറത്ത് കയറി 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഫലസ്തീനിലെ ജെറൂസലേമിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്നിട്ട് മസ്ജിദുൽ അഖ്സയിൽ ചെന്ന് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുകയാണ്. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അവിടെയും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ നിസ്കരിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു.